യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രതികരണം വരുന്നത്. യുക്രൈൻ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ. ഇപ്പോൾ പുതിയൊരു കീഴ്വഴക്കം കൂടെ ട്രംപ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലോകം അറിയേണ്ട കാര്യങ്ങളൊക്കെ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിക്കുക എന്നത്. അപ്പോൾ ഈ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 3ാമത്തെ ഫോൺ സംഭാഷണമാണ് വ്ളാഡിമിർ പുടിനുമായി നടത്തുന്നത്. എന്താണ് ഇതിലെ ഒരു പുരോഗതി? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. ഈ ട്രൂത്ത് സോഷ്യൽ വന്ന ചരിത്രം അറിയാമല്ലോ. ട്രംപിന് സമൂഹ മാധ്യമത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടായപ്പോൾ തുടങ്ങിയ ഒരു മീഡിയയാണ്. ഇപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ച് ഈ യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് ഇന്ന് ഫോണിൽ 2 മണിക്കൂർ നീണ്ട ചർച്ചയാണ് നടന്നത്. പ്രധാനമായും റഷ്യയും കൊണ്ട് പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഈ 2 മണിക്കൂറും ശ്രമിച്ചതെങ്കിലും പുടിൻ വഴങ്ങിയില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്നാൽ യുക്രൈനുമായി തുടർ ചർച്ചകൾക്ക് പുടിനെ സമ്മതിപ്പിച്ചെടുക്കുവാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചു. വെടിനിർത്തൽ സംബന്ധിച്ച് റഷ്യയും യുക്രൈനും തമ്മിൽ ഉടൻ ചർച്ച ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പിന്നീട് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുന്നതിനുള്ള ഒരു സുപ്രധാന പടിയാണ് ഈ ചർച്ചയെന്നും ഈ ചർച്ചയുടെ വിശദാംശങ്ങളും വ്യവസ്ഥകളും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ശരിയായ പാതയിലാണെന്നും സമാധാന കരാറിനായി യുക്രൈനുമായി ചേർന്ന് ഒരു കരട് രേഖയൊക്കെ ഉണ്ടാക്കുവാൻ തയ്യാറാണെന്ന് പുടിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തതിന് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദി പറയുകയും ചെയ്തു. യുക്രൈൻ വിഷയത്തിൽ പുടിനുമായി ഓർക്കണം, ഈ വർഷം 3ാമത്തെ ഫോൺ ചർച്ചയാണ് ഇപ്പോൾ ഇന്ന് നടന്നത്. പുടിനുമായി ഫോണിൽ സംസാരിച്ചതിന്റെ തൊട്ടു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി, അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി തുടങ്ങിയവരുമായിട്ട് ഒരു ഗ്രൂപ്പ് കോൾ ഡൊണാൾഡ് ട്രംപ് നടത്തി ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. റഷ്യയ്ക്ക് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇതിനോട് യോജിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് നടന്നു കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ ഇത്തരം നീക്കങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതേസമയം ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ചിലരുടെ വലിയ ഈഗോ ഈ വിഷയത്തിലുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. പുരോഗതി ഇല്ലെങ്കിൽ ഈ ശ്രമം ഉപേക്ഷിക്കുമെന്നും ട്രംപ് പറയുന്നു. തന്നെയുമല്ല, ട്രംപ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ യുദ്ധം എന്റേത് അല്ലെന്നാണ്. സ്മിത, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പം യുദ്ധം ആരുടേതാണെങ്കിലും അത് ഒരിക്കലും ലോകത്തിന് നല്ലതല്ല, ലോകത്ത് എവിടെയാണെങ്കിലും. ഇതിൽ അതുമാത്രമല്ല, ഇതിങ്ങനെ നടക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു സമാധാന ചർച്ചകൾ അത് ഗുണകരമാകട്ടെ. കാരണം ഓരോ ദിവസവും ഇസ്രായേലി സൈന്യത്തിൻ്റെ അവിടെ ആക്രമണം നടക്കുന്നുണ്ട്. ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഒരു റെസ്ക്യൂ മിഷനാണ് നടക്കുന്നത്, ബന്ദികളെ മോചിപ്പിക്കാൻ. പക്ഷേ അതേസമയം തന്നെ അപ്പുറത്ത് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട് ഓരോ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നുള്ളതാ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ പട്ടിണി അവിടെ രൂക്ഷമാകുന്നു. അങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന് തന്നെ ഗുണകരമാകുക ഈ ചർച്ചകൾ സമാധാനപരമായി തന്നെ അത് പുരോഗമിക്കട്ടെ. എത്രയും പെട്ടെന്ന് യുദ്ധം ഒഴിവാകട്ടെ.